ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 10 ദിവസത്തിനുള്ളിൽ കീഴടങ്ങാൻ പ്രതിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കീഴടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ വിചാരണ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പ്രതി അർജുനെ കുറ്റവിമുക്തനാക്കിയ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതിക്കും സർക്കാരിനും നന്ദി അറിയിക്കുന്നതായി പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഇടുക്കി വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനെ കുറ്റവിമുക്തമാക്കിയ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 10 ദിവസത്തിനുള്ളിൽ വിചാരണ കോടതിയിൽ പ്രതിയോട് ഹാജരാകാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹാജരായില്ലെങ്കിൽ കീഴ്ക്കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണം. ഹൈക്കോടതി ഉത്തരവിൽ ഹൈക്കോടതി ജഡ്ജിമാർക്കും അപ്പീൽ നൽകിയ സംസ്ഥാന സർക്കാരിനും നന്ദി പറയുന്നതായി പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കേസ് 1 വർഷമായിട്ട് നമുക്ക് ഇതിനെ വെറുതെ വിട്ടേണ്ട ഒരു വിധിയായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ നമുക്ക് 7 ദിവസത്തിനകം തന്നെ അപ്പീൽ സ്വീകരിച്ചിട്ടാണ്. 1 വർഷമായിട്ട് കേസുകളൊന്നും തന്നെ വായിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഇപ്പം ഇന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോകാന്നുള്ള ഒരു വാർത്തയാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വിഷമത്തിലിരുന്ന് നമുക്കൊരു ആശ്വാസമാണ് ഇന്നത്തെ ഒരു വാർത്ത. അതുകൊണ്ട് ഹൈക്കോടതിക്ക് ജഡ്ജിമാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയണം എന്നുണ്ട്. പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതേപോലെ തന്നെ സർക്കാരും ഇതിനകത്ത് ഇടപെട്ടുന്നു എന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ സർക്കാരിനും നന്ദി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കേസ് സ്പീഡപ്പ് ആകും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു ബലത്തെ വിശ്വാസത്തിലാണ്. 2021 ജൂൺ 30 കഴുത്തിൽ ഷാൾ കുരുങ്ങി അപകടമുണ്ടായി എന്ന നിലയിൽ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പീഡനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയായ അർജുനിലേക്ക് കേസ് എത്തിച്ചേർന്നത്. പ്രതിയെ വെറുതെ വിട്ട വിധി ഉണ്ടായപ്പോൾ തന്നെ നീതി ലഭിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും അപ്പീൽ പോകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.